അസ്സലാമു നമസ്കാരം. ഇന്ന് കലത്തപ്പമാണ് ചെയ്തെടുക്കുന്നത്. ഒരു 10-12 മിനിറ്റിനുള്ളിൽ ഇത് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം ഇത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റാകാൻ വെക്കാം. ശർക്കര നല്ലപോലെ തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ അരിച്ച് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുമ്പം തന്നെ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ടയായി പോവും. ഇനി ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലതായിട്ടത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് കുക്കറിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണങ്ങിയ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്. തേങ്ങ ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും അതിലേക്ക് 4-5 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ആവശ്യമെങ്കിൽ 1/2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിൽ നിന്നും 1 സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നല്ല ചൂടായിരിക്കുന്ന ഈ കുക്കറിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച് താളിച്ച ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് തിളച്ച് വരണം മുകൾ വശം. ഇനി ഇത് കുക്കർ അടച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും മുകളിൽ കൂടെ നല്ലതായിട്ട് ആവി വരും. ആവി വരുമ്പോഴേക്കും ഇത് കുക്കായി വരും. കുക്കായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാവുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യാവുള്ളൂ. ഞാനിത് ചൂടോടുകൂടി കട്ട് ചെയ്യുന്നതുകൊണ്ട് ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.